തിരുപ്പതിയിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പിൻ്റെയും മീനെണ്ണയുടെയും സാന്നിധ്യമുണ്ടെന്ന് ലാബ് റിപ്പോർട്ട് വന്നതോടെ അതൊരു വലിയ വിവാദമായിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തെ മറ്റു മതവിശ്വാസങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണം വഴിതെറ്റുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിൽ സജീവമായി നിൽക്കുന്ന ബൈജു സ്വാമിയെ എഴുതിയ ഒരു കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. ആ കുറിപ്പിലേക്ക് നമുക്ക് പോകാം. തിരുപ്പതിയിലെ ലഡുവിൻ്റെ ലാബ് റിപ്പോർട്ട് വന്നപ്പോൾ മൃഗക്കൊഴുപ്പിൻ്റെയും മീനെണ്ണയുടെയും സാന്നിധ്യം തെളിഞ്ഞ വിഷയത്തിൽ കുറേ വർഗീയ കോമരങ്ങൾ ഭക്തരെ പുച്ഛിക്കുന്നത് കണ്ടു. ഇവനൊക്കെ എന്തിൻ്റെ അസുഖമാണെന്ന് മനസ്സിലാകുന്നില്ല. വിശ്വാസം, ഭക്തി എന്നതൊക്കെ വർഗീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത പാവങ്ങളെ ആരെങ്കിലും ചതിച്ചാൽ അതെങ്ങനെ ആ പാവങ്ങളുടെ പരാജയമാകുമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും രസം, മാക്ഡൊണാൾഡ് ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ സിഗ്നേച്ചർ ഐറ്റമായ ഹാംബർഗർ വിൽക്കുമെന്ന് കേട്ടപ്പോൾ കലാപമുണ്ടാക്കിയ സുഡു മനസ്ഥിതിക്കാരാണ് തിരുപ്പതി വിഷയത്തിൽ ആഹ്ലാദിക്കുന്നത് എന്നതാണ്. അവനൊക്കെ കഴിക്കുന്ന ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന നെയ്യിൽ പോലും മൃഗക്കൊഴുപ്പും ചിലപ്പോൾ പന്നിക്കൊഴുപ്പും അഡൾട്ടറേറ്റഡ് ആകാം എന്ന വസ്തുത അവൻ മറക്കുന്നു. അപ്പോൾ കഴിച്ച ബിരിയാണി ഹലാലായിരുന്നു എന്നതും ഒരു വിശ്വാസമാണെന്ന് ഓർത്താൽ കൃമികടിക്ക് ശമനമുണ്ടാകും. അന്യമതത്തിലെ പാവങ്ങൾക്ക് പറ്റുന്ന ചതിയിൽ ആഹ്ലാദിക്കാൻ എന്താണ് പ്രചോദനം? അടിക്കുറിപ്പ്: ഇതെഴുതുമ്പോൾ ചാണകസംഖ്യയാക്കിയാൽ മത്തായി ആൻഡ് ഹെയർ എന്ന് ഓർക്കുക. മറ്റൊരു കാര്യം, പോസ്റ്റ്മാൻ ബീഫ്, പോർക്ക് ഇങ്ങനെ ലോകത്ത് കിട്ടുന്ന ഏത് ഭക്ഷണവും കഴിക്കുന്നത് ചാണകസംഖ്യ ആണെന്നതാണ്.